നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നല്ല ചൂടാണ് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഉഷ്ണതരംഗങ്ങളുടെ മുന്നറിയിപ്പും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഈ സന്ദർഭത്തിൽ അതിശക്തമായ ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ വിശ്വാസികൾ അവർക്കുണ്ടാകേണ്ട മാനസികാവസ്ഥയും അവർ ആലോചിക്കേണ്ട കാര്യങ്ങളും 1-2 ആഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നമ്മളെല്ലാവരും മഴയെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ തന്നെ ഇനിയും മഴ ലഭിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഭീകര അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചിലത്. ഒന്ന്, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ദുർബലതയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഒരുപാട് ഉന്നതിയിലെത്തി, പലതും മനുഷ്യൻ കൈവരിച്ചു എന്നൊക്കെയാണ്. അവരൊക്കെയാണെങ്കിലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ അനിയുൽ ഹമീദ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങൾ എന്തു നേടി എന്ന് പറഞ്ഞാലും നിങ്ങൾ ദുർബലരാണ്, ഫക്കീറന്മാരാണ്. അള്ളാഹു ആവട്ടെ അവൻ
ഖനിയൻ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ എല്ലാവരും അവനെ ആശ്രയിച്ച് കഴിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് അൽ ഹമീദ്, സ്തുതി അർഹതയുള്ളവൻ. നമ്മൾ അത് ആലോചിച്ച് നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മഴ നൽകിയില്ലെന്ന് വിചാരിക്കുക. ഈ ഭൂമിയിലുള്ള വെള്ളം, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം, അതൊക്കെ തീർന്നുപോയി എന്ന് വിചാരിക്കുക. മറ്റൊരാളും മറ്റൊരു ശക്തിയും മറ്റൊരു സംവിധാനവും അത് തിരികെ കൊണ്ടുവരാനില്ല. അതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. സൂറത്ത് മുൽക്ക് അവസാനിക്കുന്നത്, തബാറക സൂറത്തിൻ്റെ അവസാന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഅ മാഉകും ഔറ. 30-ാമത്തെ വചനത്തിൽ എന്താ ഖുർആനോട് സൂചിപ്പിക്കുന്നത്? നബിയെ പറഞ്ഞു കൊടുക്ക്, അവരോട് പറയൂ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുദ്ധജലം അത് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങ് വറ്റിച്ചു കളയുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവരാനുള്ളത്? ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ആലോചിക്കാൻ വേണ്ടി മനുഷ്യരോട് പറയുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റുന്നൊരു സമയം അത് അല്ലേ? അതേപോലെ തന്നെ മഴ അതിൻ്റെ സമയത്ത് ലഭിക്കാതിരിക്കുകയും ചൂട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായമായ ആളുകൾക്ക് പലർക്കും പരിചയമില്ലാത്ത രൂപത്തിൽ അതിശക്തമായ രൂപത്തിൽ അതിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭൗതികമായ കാരണങ്ങളും മഴ ലഭിക്കാനുള്ള നിമിത്തങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ അവിടെ നിന്ന് വരുന്ന പ്രവചനങ്ങളും അതിൽ പ്രതീക്ഷയൊക്കെ അർപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ പഠനങ്ങളുടെ നിരീക്ഷണങ്ങളുടെ മാപിനികളൊക്കെ വെച്ച് നോക്കിയിട്ട് വന്നെത്തിയ സംഗതി എത്താറായിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാമെന്നൊക്കെ പറയാം. അതിലും പ്രത്യേകിച്ച് 100% ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതൊക്കെ പ്രതീക്ഷിക്കുകയും ആ കാരണങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ബേജാറ് കൊള്ളുകയൊക്കെ ചെയ്യുന്നതിനപ്പുറത്ത് ആത്മീയമായ ഒരു വിശ്വാസി എന്ന നിലക്ക് മഴ വൈകുമ്പോൾ, മഴ പ്രതീക്ഷിച്ചിട്ടും ആവശ്യമുണ്ടായിട്ട് കിട്ടാതെ വരുമ്പോൾ ഈ സമയത്തൊക്കെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴ ലഭിക്കാതെ ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, പ്രയാസങ്ങൾ അനുഭവിച്ച സംഭവ ചരിത്രങ്ങൾ നമുക്ക് മുമ്പുള്ള സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ടും ശിക്ഷയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ടുണ്ടാവും. മഴ നൽകിയിട്ട്, മഴ നൽകാതെ, മറ്റു പല രൂപത്തിലും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിൽ 42-43 ആയത്തുകളിൽ കാണാം, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഊ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹും ശൈത്വാനു മാ കാനൂ യഅമലൂൻ. ഖുർആനോട് പറയുന്നത് എന്തറിയോ? വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് മുമ്പും മറ്റു പല സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടുണ്ട്. എന്നിട്ടോ ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അവരെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ, ശിക്ഷകൾ കൊണ്ട് അവരെ പിടികൂടിയിട്ടുണ്ട്. ലഅല്ലഹും യതദറഊൻ, എന്തിനാ? അവർ വിനയാന്വിതരാകുന്നതിന് വേണ്ടി, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്താൻ, എന്നിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിട്ടോ ഫലൗലാ ഇദ് ജാഅഹും, എന്നാൽ ഈ പരീക്ഷണങ്ങളൊക്കെ അവരിലേക്ക് എത്തിയപ്പോൾ അവരെന്താ ചെയ്തത്? ബഅസുന, നമ്മുടെ ഈ പരീക്ഷണങ്ങൾ അവരിലെത്തുന്ന സമയം അവർ ചെയ്യേണ്ടിയിരുന്നത് തളറഊ, അവർ വിനയാന്വിതരാകേണ്ടിയിരുന്നു. പക്ഷേ വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയത് കാരണം അവർ തിരിഞ്ഞു കളഞ്ഞു. വസയ്യന ലഹും ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതൊക്കെ ശരിയാണ് എന്ന് ശൈത്താൻ അവർക്ക് തോന്നിപ്പിക്കുകയും ചെയ്തു. അല്ലേ സുഹൃത്തുക്കളെ, ഈ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും ചൂടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനപ്പുറത്ത്, ഈ പ്രയാസം ഇങ്ങനെ പറയുന്നതിനപ്പുറത്ത്, വ്യക്തി എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ ചരിത്രത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കാൻ കാരണമായ
എന്തെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദർറാ കൊണ്ടും ബഅ്സാ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ലഅല്ലഹും യതദറഊൻ എന്ന് പറഞ്ഞില്ലേ, അവർ വിനയാനിധരാവാൻ വേണ്ടി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഐ യദ്ഊനല്ലാഹ്, എന്തിനാ അല്ലാഹു ഇത് ചെയ്യുന്നത്? മനുഷ്യർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അവരുടെ വിനയം പ്രകടിപ്പിച്ച് സർവാധിരാജനായ അല്ലാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബ് ഇതൊക്കെ ചെയ്യുന്നത്. വയതദറഊന ഇലൈഹി വയഖ്ശഊൻ, അവർ പേടിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിലേക്ക് വിനയാനിധരാകുന്നതിന് വേണ്ടി. അല്ലാഹുവേ, നിന്റെ ഒരു ശിക്ഷയാണോ ഞങ്ങളിൽ വന്നിറങ്ങിയിട്ടുള്ളത്? ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന ഭയപ്പാടും അല്ലാഹുവിലേക്ക് വിനയാനിധരായി പ്രാർത്ഥിക്കാനുമൊക്കെയാണ് അല്ലാഹു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, അവർക്കിത് വന്നപ്പോൾ എന്തുകൊണ്ടവർ വിനയാനിതരാകുന്നില്ല? ഫഹല്ല ഇദാ ഇബ്തലൈനാഹും ബിദാലിക തളറഉ ഇലൈനാ വതമസ്സക്നു, അവർ നമ്മളിലേക്ക് മടങ്ങുകയും അതിൽ സമാധാനം കൊള്ളുകയും അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യാത്തതെന്തേ? എന്നാൽ വലാകിൻ ഖസത് ഖുലൂബുഹും മാ റഖത് വലാ ഖശഅത്, അവരിൽ ഒരാളിലും ഒരു ലോലതയും ഒരു ഭയപ്പാടും കാണാൻ കഴിഞ്ഞില്ല. വസയ്യന ലഹുമു ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നതാണ് അപ്പോഴും അവർക്ക് ശരിയായി തോന്നുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ മിൻ ശിർക്ക് വൽ മആസി, ശിർക്ക് ചെയ്യുന്നവർ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മഴയില്ലാത്തതിനെക്കുറിച്ച് അവർ പരാതി പറയുകയും ചെയ്യുന്നു. ഇതല്ല സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലൊക്കെ ശ്രദ്ധിക്കണം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുഫസ്സിറാണ്, അബൂജഹലിൻ്റെ മകനാണ്, പക്ഷെ അദ്ദേഹം റളിയല്ലാഹു അൻഹുവാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 159-ാമത്തെ വചനം, ആ ആയത്ത് അവസാനിക്കുന്നത് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, സത്യം മനസ്സിലായിട്ട് മറച്ചു വെക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. ശപിക്കുന്ന മുഴുവൻ ആളുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എടുത്തു കൊടുക്കുന്നത്, യൽഅനുഹും കുല്ല ഷൈഇൻ ഹത്താ അൽ ഖനാഫ്സ് വൽ അഖാരിബ് യഖൂലൂന മുനിഅനാ അൽ ഖത്ർ, എല്ലാവരും ശപിക്കും, ചെറിയ പ്രാണികൾ വരെ ഈ മനുഷ്യരെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. എന്താ അവർ പറയുന്നറിയോ? ഇവർ കാരണം സത്യം മനസ്സിലായിട്ട് അത് തുറന്നു പറയാത്ത ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യർ കാരണം ഞങ്ങൾക്ക് കൂടി മഴ തടഞ്ഞു വെച്ചു എന്നവർ പറയും. എന്നിട്ടോ വഖാല മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്ന മുജാഹിദ് റഹിമഹുല്ലാ പറയുന്നു, ഇദസ്തന്നത്തത് സന, ഏതെങ്കിലും ഒരു വർഷം മഴ ഇങ്ങനെ തടഞ്ഞു വെച്ച് അതിങ്ങനെ വൈകിക്കുന്ന അവസ്ഥ കണ്ടാൽ ഖാലത്തുൽ ബഹാഹിം, മൃഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഹാദാ മിൻ അജലി ഉസാത്തി ബനി ആദം, ആദമിന്റെ മക്കൾ മനുഷ്യർ ചെയ്യുന്ന തോന്നിവാസം കാരണമാണ് ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ലഅനല്ലാഹു ഉസാത്ത ബനി ആദം, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ മനുഷ്യരെ ശപിക്കട്ടെ എന്ന് മൃഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പറഞ്ഞത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണം തന്നെയാണ് ഇങ്ങനെയുള്ളതെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ ഒരു ദിവസം മിമ്പറിൽ കയറി, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളെ, ഖംസുൻ ഇദാ അബ്തുലിതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന ലൻ തദ്ഹ. പ്രവാചകൻ പറയാണ്, 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങളിൽ വരുന്നത് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്, അത് നിങ്ങളിൽ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ അത് ഏതാണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഒന്നാമത് പ്രവാചകൻ പറഞ്ഞു, ലം തദ്ഹറിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശം ഫീഹിം അത്താഊന വൽ ഔജാ.
അല്ലത്തി ലം തകുൻ മലത് ഫി അസ്ലാഫിഹിം അല്ലദീന മളൗ. പ്രവാചകൻ പറഞ്ഞതിൻ്റെ ആകത്തുക, നിങ്ങളിൽ ഒരു സമൂഹം എന്ന നിലക്ക് തിന്മകൾ വ്യാപകമായി എന്ന് മാത്രമല്ല അത് പരസ്യമാവുകയും ചെയ്യുന്നു. പരസ്യമായി തിന്മ ചെയ്യുന്നു, എതിർക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെ വന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാതിരിക്കുകയില്ല. എന്തുകൊണ്ട്? വിശപ്പ് കൊണ്ട്, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ കൊണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പറഞ്ഞു, ലം തകുൻ മലത് ഫി അസ്ലാഫിഹിമിൽ ലദീന മളൗ. നിങ്ങളുടെ മുന്നേയുള്ള മനുഷ്യർക്ക് ഒരു പരിചയമില്ലാത്ത, കേട്ട് പരിചയം പോലുമില്ലാത്ത രോഗങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഇല്ല സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഒരു രോഗത്തിൻ്റെ പിടിയിലമർന്ന് ലോകം മുഴുവൻ അന്താളിച്ച് നിന്നൊരവസ്ഥ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനായിരുന്നു അത്? വിനയാനിതരായിരുന്നു. പക്ഷേ ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ ഹൃദയം കടുത്തത് കാരണം അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നാ ഖുർആൻ സൂചിപ്പിച്ചത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യൻഖുദു അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മഊന വജൗരി സുൽത്താനി അലൈഹിം. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. എന്താ ഖുർആനോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നറിയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ യാതൊരുവിധ ധാർമ്മികതയും പാലിക്കാത്ത അവസ്ഥ ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടോ നമ്മൾ പരിശോധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കുന്ന ആളുകൾ തീരെ ഇല്ലാതായാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? വശിദ്ദത്തിൽ മഊന, അവർക്ക് ഇല്ല ആഖിദു ബിസ്സിനീൻ, ക്ഷാമം, വിലക്കയറ്റുന്നൻ. വിശുദ്ധത്തിൽ മഊന, ആവശ്യ വസ്തുക്കൾ കിട്ടാത്ത, വലിയ വില കൊടുക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അനുഭവിക്കും. എന്ന് മാത്രമല്ല, വജൗരി സുൽത്താനി അലൈഹിം, അവരുടെ ഭരണാധികാരി അവരെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുള്ള പീഡനമേൽക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞത്. എന്താ കാരണം? കച്ചവടത്തിൽ ധാർമ്മിക പാലിക്കാത്ത, നീതി പാലിക്കാത്ത, കൃത്രിമത്വം കാണിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ അസ്സകാത്ത അംവാലിഹിം, അവരുടെ സക്കാത്ത് തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളുണ്ട്, ബാധ്യതയുള്ളവരുണ്ട്, അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് നിന്ന് മഴ അവർക്ക് തടയാതിരിക്കില്ല. സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യരുണ്ടെങ്കിലേ മഴ വർഷിക്കുന്നർത്ഥം. എന്നിട്ടോ വലൗല അൽ ബഹാഹിം ലം യുംതറു, അവരുടെ ഇടയിൽ മറ്റു ജീവികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി മഴ അള്ളാഹു വർഷിക്കുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇതൊന്നും വിശദീകരണങ്ങൾ ആവശ്യമില്ല. വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ട് എന്ത് വേണം? ഇതൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇനി പരിഹാരം എന്താ? നാട്ടുകാരും ആളുകളും നമ്മളടക്കം ഇതുപോലെയൊക്കെ ഉണ്ട് എങ്കിൽ ഇനി ഇത് ഇങ്ങനെ പോകണമെന്നാണോ? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ചാളുകളെങ്കിലും സമൂഹത്തിൽ റബ്ബിലേക്ക് മടങ്ങുന്നവരുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ 52-ാമത്തെ ആയത്തിൽ കാണാം, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുന്ന കാര്യം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് ലഭിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു, മഴ കുറവുള്ള സമയത്ത് മഴ കിട്ടാൻ കാരണമാണ് ഈ ആയത്ത് തെളിവുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ആ സ്ഥലത്തുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. നമ്മളിങ്ങനെ അസ്വസ്ഥതകൾ കാണിക്കുന്നതിനപ്പുറത്ത് റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്തു നൂഹിൽ കാണാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വഅൻഹാറാ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. എന്താ ഖുർആനോട് പറയുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള ജനങ്ങളോട് പറയണം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, എങ്കിൽ
അവൻ ഏറെ പൊറുക്കുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് കുത്തിജ്വലിക്കുന്ന മഴ ധാരാളം നിങ്ങൾക്ക് ലഭിക്കും. വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും, സമ്പത്ത് നൽകും. ഇതിനൊക്കെ കാരണമാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരോടെങ്കിലും ഇസ്തിഗ്ഫാർ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ മനഃപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്ന മനുഷ്യരാണെങ്കിൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ എത്തിപ്പെടുന്ന പ്രതിസന്ധികളിൽ ഒരു മഖ്റജ് കൊടുക്കും, എക്സിറ്റ് കൊടുക്കും. ഇവിടെ കുടുങ്ങി എന്ന് തോന്നുന്നിടത്ത്, ഇനി രക്ഷയില്ലാത്ത തോന്നുന്നിടത്ത് റബ്ബിൻ്റെ സഹായം അവനുണ്ടാകും. എന്ന് മാത്രമല്ല, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ എന്തോ മാനസിക പ്രയാസങ്ങൾക്കും ദുഃഖത്തിനും പരിഹാരം അവിടെ ഉണ്ടാകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ്റെ റിസ്ഖ് അള്ളാഹു നൽകും. എന്തുണ്ടാവേണ്ട, അവനുണ്ടാവേണ്ട ഗുണം, അവൻ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ അവന് ചേർന്ന് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100-ലധികം തവണ, സ്വഹാബികൾ ചിലർ പറയുന്നത്, ഒരു സദസ്സിലിരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു, അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈക്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങലും വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ എന്നിൽ ഈ മഴ ആ കാരണം കൊണ്ടാണ് തടഞ്ഞു വെക്കുന്നതെങ്കിൽ ഞാനും കൂടി അതിന് കാരണക്കാരനാണ് എന്ന് മനസ്സിലായി തിരിഞ്ഞു നടക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമതും ഉണർത്താനുള്ള കാര്യം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ജിന്നിൻ്റെ 16-ാമത്തെ വചനത്തിൽ കാണാം, വലൗ ഇസ്തഖമു അലാ ത്വരീഖത്തിൻ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർ ജനങ്ങൾ ഇസ്തിഖാമത്തിലാണെങ്കിൽ, അവർ സഞ്ചരിക്കുന്ന വഴി ഇസ്തിഖാമത്തിലാണെങ്കിൽ അവർക്ക് ഞാൻ ധാരാളം വെള്ളം നൽകും. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. പറഞ്ഞാൽ മനുഷ്യർ അവൻ ജീവിക്കുന്ന ചുറ്റുപാട് ഇസ്തിഖാമത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും കുറച്ചു മനുഷ്യരെങ്കിലും അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവിടെ കിട്ടും. ഇല്ലെങ്കിൽ അള്ളാഹു തടഞ്ഞു വെക്കും. മറ്റ് ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ കാണാം. മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ, കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. പലരും ഇപ്പോൾ അവധിക്കാലത്തിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഒഴിവ് സമയം കുട്ടികളും ശ്രദ്ധിക്കുക, രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുന്ന മറ്റൊരവസ്ഥയിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരവസ്ഥ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് എൻഗേജ് ആയിട്ടില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയം മുഴുവൻ അവർ ഉപയോഗിക്കാനുള്ളത് മൊബൈലാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാൻ, നിഅമത്താനി മഅബൂനുൻ, നമുക്ക് പലർക്കും കേട്ട് ബൈഹാർട്ടായ ഹദീസുകളിൽ ഒന്നായിരിക്കും ഇത്. രണ്ടനുഗ്രഹങ്ങൾ, ഫീഹിമാ കസീറും മിന മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, ജനങ്ങളിൽ നല്ലൊരു ശതമാനം മനുഷ്യരും അതിൽ വഞ്ചിതരാവാറാണ്. ഏതാണ് രണ്ടനുഗ്രഹം? അസ്സുഹ വൽ ഫറാഹ്, ആരോഗ്യം, അതേപോലെ ഒഴിവ് സമയം. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വഴിയിൽ അവനവന് ഉപയോഗമുള്ള വഴിയിൽ, ഉപകാരമുള്ള വഴിയിൽ ഉപയോഗിക്കുന്നതിന് പകരം അതിൽ നഷ്ടപ്പെടുത്താറാണുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അസർ കാണാം. അദ്ദേഹം പറയുന്നത്, ഇന്നി ലഅമഖ്തു റജുല, എനിക്കൊരു മനുഷ്യനോട് അങ്ങേയറ്റത്തെ കോപമാണ്. ഏതാണ് ആ മനുഷ്യൻ? അറാഹു ഫാരിഖൻ, അയാൾക്ക് സമയമുണ്ട്, ഒഴിവുള്ള സമയമുണ്ട്. എന്നാൽ ലൈസ ഫീ ശൈഇൻ മിൻ അമലി ദുനിയാ വല അമലിൽ ആഖിറ, അയാൾ ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഒരു കാര്യം അയാൾ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ
നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മൾ ബാക്കിയുള്ളവർക്കോ സമൂഹത്തിനോ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്യുന്നില്ല, എന്നാൽ അയാളുടെ പരലോകത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ സുഹൃത്തുക്കളെ വളരെ ആത്മാർത്ഥമായിട്ട് തരാൻ ഒരു സമയവും വെറുതെ കളയരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവനായിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെയുള്ള കുട്ടികളോടൊക്കെ പറയാൻ ഈ സന്ദർഭത്തിൽ ധാരാളം ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി ആയതുകൊണ്ട് ഒരു സമയം കുട്ടികൾക്ക് ഒഴിവനെ കൊടുക്കാറില്ല എന്നാണ്. ഈ സമയത്തും പല രൂപത്തിലുള്ള കോഴ്സുകൾ, എന്താ പറയുക, സമ്മർ വെക്കേഷൻ നടക്കുന്ന ട്യൂഷൻ സെൻറ്ററുകളൊക്കെ വളരെ സജീവമായ ഒരു സമയമൊക്കെയാണ്. അതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം കുറച്ച് സമയം കൂടി ഒഴിവ് കിട്ടുമ്പോൾ രക്ഷിതാക്കളോട് പറയാൻ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നൊരവസരമായി കൂടി ഇതിനെ ഉപയോഗിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അദ്ദിബു ഔലാദക്കും. ഖുർആൻ അവിടെ പറഞ്ഞത് ഉപ്പ ഉമ്മ, ഇവിടെ ഉണ്ടാവുമല്ലോ രക്ഷിതാക്കൾ. അദ്ദിബു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അദബ് പഠിപ്പിക്കണം. അല്ലിമു ഖൈറക്കും, നിങ്ങൾ അവരെ ഖൈറ് പഠിപ്പിക്കണം. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ധാരാളം ഉണ്ടാവും. ഇവിടെ CRE അടക്കല്ലേ, വെള്ളിയാഴ്ച അല്ലേ, മഗ്‌രിബിന് ശേഷം. CRE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾ. മദ്രസ പഠനം നമുക്കറിയാം, നമ്മുടെ മദ്രസ സംവിധാനം ആ പ്രായത്തിൻ്റെ അവസ്ഥയിൽ അവിടെ പഠിച്ചു പോയി എന്നതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല. മദ്രസ പഠനം കഴിഞ്ഞ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വരെ ഉള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വളരെ വ്യവസ്ഥാപിതമായി സിലബസൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നടത്തുന്ന, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് കണ്ടിന്യൂ റിലീജിയൻ എഡ്യൂക്കേഷൻ എന്ന പേരിൽ CRE എന്ന ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം. അതുകൊണ്ട് ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ എത്തിപ്പെടാൻ ആളുകളാണെങ്കിൽ ഈ പള്ളിയിലേക്ക് തന്നെ വൈകുന്നേരം എത്തണം. രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. അതിനപ്പുറത്ത് വിശുദ്ധ ഖുർആൻ കുറച്ച് പഠിക്കാനും അതൊന്ന് വായിച്ചു നോക്കാനും അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒഴിവ് സമയം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചമ്മാടിൽ കരുണ എന്ന പേരിലൊരു ഹോസ്പിറ്റൽ ഉണ്ടാവും. നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മതസംഘടനയുടെ കീഴിൽ നടക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. വളരെ ഭംഗിയായി കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ക്യാൻസർ, കിഡ്നി, ഡയാലിസിസ് സംവിധാനങ്ങൾ, അതുപോലെ സൈക്കാട്രിസ്റ്റ്, ഈ ഏരിയകളിലൊക്കെയുള്ള ആ രൂപത്തിലുള്ള ഭീമമായ ചികിത്സ ചെലവ് വരുന്ന ആ ചികിത്സകൾ ഒരു പരിധിവരെ പരിപൂർണമായി ഫ്രീ ആയിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ഡയാലിസിസ് ഒക്കെ അല്ലേ? അതുപോലെ മറ്റു രോഗങ്ങളും ആളുകൾക്ക് അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള രൂപത്തിലുള്ള ചെറിയ ഒരു രൂപത്തിലൊക്കെ നടന്നു പോകുന്ന, വളരെ ഭംഗിയായി നടക്കുന്ന കരുണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതിൻ്റെ പുതിയ ഒരു കെട്ടിട ഉദ്ഘാടനവും അതോടൊപ്പം ഈ നിത്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട രൂപത്തിലുള്ള, അതുമായി ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുന്ന ഒരു പരിപാടി ഈ ഞായറാഴ്ച നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായൊരു ക്യാൻസർ രോഗവിദഗ്ധനാണ് ഡോക്ടർ ഗംഗാധരൻ. നമുക്കറിയാം, അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം സത്യത്തിൽ രോഗങ്ങൾ ഏറ്റവും കുറയേണ്ടത് നമുക്കാണ്. രോഗങ്ങൾ കുറയേണ്ട ആളുകൾ നമ്മളാണ്. നമ്മൾ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ ഭക്ഷണവും ബാക്കി കാര്യങ്ങളും ജീവിതശൈലിയൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. മാരകമായി ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിലൊന്നല്ല. രോഗം ഇതുപോലുള്ള രോഗത്തിന് അടിമയോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ രോഗിയാണെന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി ആ ബോധ്യപ്പെടുന്ന ആളും അവരുടെ കുടുംബമൊക്കെ തകർന്നു പോകുന്ന ഭീകരമായ അവസ്ഥയാണ് ഇതുപോലുള്ള അസുഖങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ അതിനൊക്കെ നമുക്ക് ഭൗതികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഏത് കാര്യത്തിലും അറിവും മനസ്സിലാക്കലുകളും അടിസ്ഥാനം എന്നവർക്ക് ഞായറാഴ്ച 9 മണിക്ക് പറ്റുന്ന ആളുകൾക്കൊക്കെ ചമ്മാടിലെ കരുണ ഹോസ്പിറ്റലിൽ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ മേഖലയിലുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം പറ്റുന്ന ആളുകൾക്കൊക്കെ അതുമായി സാമ്പത്തികമായും സഹകരിക്കാവുന്നതാണ്. ഇത് മെമ്പറിൽ തന്നെ ഈ കാര്യം പറയാൻ കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ എന്തെങ്കിലും പാപങ്ങൾ കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകി അവൻ്റെ കാരുണ്യത്തിൻ്റെ മഴ നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.